നല്ലതിനും ഉപയോഗിക്കാം, ചീത്തതിനും ഉപയോഗിക്കാം. നല്ലതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ജ്യോതിഷം. നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ്. മരുന്ന് പോലും ഉപയോഗിക്കുക. എന്നും ജ്യോത്സ്യന്മാരെ മാത്രം ആശ്രയിക്കാണ്ടിരിക്കുക. ഒരു വഴികാട്ടിയായി ജ്യോത്സ്യത്തെ ഉപയോഗിക്കുക. അപ്പോൾ ജ്യോത്സ്യം ചൂഷണത്തിനിടവരില്ല. ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ദൈവജ്ഞൻ എങ്ങനെ ആയിരിക്കണം? 20 വർഷത്തോളമായിട്ട് ജ്യോത്സ്യവും പൂജാവിധി കർമ്മങ്ങളും ചെയ്തു പോകുന്ന ശ്രീജിത്ത് പണിക്കർ, ABC-യിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതൊരു കുഴപ്പിക്കുന്നൊരു ചോദ്യമാണത്, ജ്യോത്സ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഞങ്ങൾ പഠിക്കുന്നൊരു ഗ്രന്ഥത്തിൽ ജ്യോത്സ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? ജ്യോതിശാസ്ത്രോ വിദഗ്ധോ ഗണിത പടൂർ വൃത്തവാംശ എന്ന് തുടങ്ങുന്നൊരു പദ്യത്തിൽ നല്ലൊരു ജ്യോത്സ്യൻ ജ്യോതിഷ ഗ്രന്ഥത്തെ നല്ല വിധം കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനായിരിക്കണം എന്നാണ്. അനവധി ഗ്രന്ഥങ്ങളുണ്ട്. പ്രധാനമായി ഹോരാശാസ്ത്രമുണ്ട്, പ്രശ്നമാർഗമുണ്ട്, മുഹൂർത്ത പദ്ധതി, ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊരു വലിയ ഒരു കടലാണെന്നാണ് പറയുന്നത്. എന്താ പറയുക, അതിന് സമുദ്രം പോലെയൊരു അനേക വർഷങ്ങളോളം പഠിച്ചാലും കഴിയാത്തത് ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ജ്യോതിഷൻ എന്ന് പറയുന്നത്. ഗണിത പടൂർ, ഗണിതശാസ്ത്രത്തിൽ നല്ല അറിവ് വേണം. കാരണം അനേകായിരം ഗ്രഹസ്ഫുടങ്ങളും യോഗസ്ഫുടങ്ങളും കരണസ്ഫുടങ്ങളും തിഥിസ്ഫുടങ്ങളും പ്രശ്നം പറയാനായിട്ടുള്ള ത്രിസ്ഫുടം, ചതുസ്ഫുടം, പഞ്ചസ്ഫുടം, പ്രാണാദിത്രയാഷ്ടമംഗലം, അങ്ങനെ പറയുന്ന കുറേ സ്ഫുടങ്ങളെല്ലാം എടുക്കുന്നതും ഈ ഗണിതക്രിയയിലൂടെയാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പോലും ഗ്രഹണം പറയുന്നതും ഈ സ്ഫുടങ്ങളിലൂടെയാണ്. അപ്പോൾ ഇനി വരുന്ന സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഗ്രഹണം പോലും ഈ വർഷം എഴുതി വച്ചിരിക്കുന്ന പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗ്രാഹ്യമായി നമ്മൾ ഈ ഗണിതക്രിയ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഗണിത പടൂർ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. സത്യവചഃ, സത്യസന്ധനായിരിക്കണം ഒരു ജ്യോത്സ്യൻ. സത്യം പറയുന്നത് ഒരാളായിരിക്കണം. പ്രധാന ഒരു ആവശ്യമായ ഘടകം സത്യവചനായിരിക്കുന്ന അല്ലെങ്കിൽ സത്യം പറയുന്നതായിരിക്കുന്ന ഒരാൾ ആയിരിക്കണം നല്ലൊരു ജ്യോത്സ്യൻ. പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വിനയത്തോടു കൂടിയവൻ, അഹങ്കാരി അല്ലാത്തൊരാൾ, മറ്റുള്ളവർ ഞാനെന്ന ഭാവം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കണം ജ്യോത്സ്യൻ. വേദാധ്യായി എന്നാണ് പറയുന്നത്. വേദങ്ങളെക്കുറിച്ച് ധരിച്ചവനായിരിക്കണം, വേദവിഷയങ്ങൾ പഠിച്ചവനായിരിക്കണം. ഗൃഹയജനപരസ്ഥ എന്ന് പറയുന്നു. അതായത് നവഗ്രഹങ്ങളുടെ പൂജയും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നല്ലൊരു ദൈവജ്ഞനാവാൻ സാധിക്കുള്ളൂ. നല്ലൊരു ജ്യോത്സ്യനാവണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അതിലുപരി ഇതാണ് പ്രമാണം പറഞ്ഞതെങ്കിൽ കൂടിയും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ജ്യോത്സ്യനെ വാർത്തെടുക്കുന്നതിൽ ഒരു ഗുരുനാഥന് വളരെയധികം പ്രധാനതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ജ്യോത്സ്യം മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും കടകളിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെയധികം ബുക്കുകൾ സുലഭമായി കിട്ടുന്ന കാലഘട്ടമാണ്. പ്രശ്നമാർഗമായാലും ഫലദീപി എല്ലാ ബുക്കുകളും നമുക്ക് കടകളിൽ നിന്ന് കിട്ടും. ബാലപാഠങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞുള്ള ജ്യോതിഷ ബുക്കുകൾ അനവധി ഉണ്ട്. ഇത് നിന്നുകൊണ്ടൊന്നും ഒരിക്കലും ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം അതൊരു ജ്യോതിഷ വിധാനത്തിൽ ജ്യോതിഷ രീതിയിൽ തന്നെ അത് പഠിച്ചെടുത്തെങ്കിൽ മാത്രമാണ് ഫലത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഞാനും ഒരു ഗുരുകുല സമ്പ്രദായം പോലെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരാളാണ്. വളരെ വർഷങ്ങളോളം ഗുരുവിൻ്റെ ചേർന്ന് നിന്ന് ഗുരുവിനോട് കൂടെ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമാണ് ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം. ഒരു ജ്യോത്സ്യൻ്റെ ഗുരുസമ്പ്രദായത്തിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാള് പോലെയെന്നാണ്. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജ്യോതിഷത്തിനൊരു ആക്ഷേപം വരുന്നതിന് കാരണങ്ങൾ അതാണ്. അത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ആക്ഷേപങ്ങൾ വരണ ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ജ്യോത്സ്യൻ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ജ്യോത്സ്യം പറയേണ്ടത് എന്നുള്ളതുണ്ട്. ഒരു വ്യക്തി നമ്മളോട് വന്ന് ഒരു ആജ്ഞാരൂപേണ അല്ലെങ്കിൽ ഒരു അഹങ്കാര രൂപേണ, അതുമല്ല ഒരു പരീക്ഷണാർത്ഥം നമ്മളോട് ചോദിച്ചാൽ ജ്യോതിഷം പറയണ്ടെന്നാണ്. അവനോട് ജ്യോതിഷ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പോകണ്ടെന്നാണ്. ഒരു അവശനായ തവിശരീരി എന്നാണ് പറയുന്നത്. അതായത് ഒരു അവശനായ ശരീരത്തോട് കൂടിയുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ആഗ്രഹത്തോടെ നമ്മളോട് വന്ന് അവൻ്റെ ആഗ്രഹം അറിയാൻ, പ്രശ്നം ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ ചോദ്യം എന്നാണ്. ഒരു നാലും കൂടി നിൽക്കുന്നൊരു വഴിയാണ് ജ്യോത്സ്യശാസ്ത്രം. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഫലവത്താണ്. അതായത് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ
ഒരു 4 കൂടി നിൽക്കുന്ന ഒരു കോർണറിൽ നിൽക്കുകയാണ്, എങ്ങടാ പോകണ്ടേന്നൊരു വഴി അറിയണില്ല. നമുക്കതിനൊരു വഴി മറ്റുള്ളവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്ന ഒരാളോട് ചോദിക്കുന്നത് പോലെ ഒരു വഴികാട്ടിയായി ജ്യോതിഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾക്കത് വളരെയധികം ഫലവത്താവും. അപ്പോൾ ജ്യോത്സ്യന്മാർക്കൊരു അപവാദത്തിന് ഇടവരില്ല. നിത്യം ഇതൊരു ജ്യോതിഷം മാത്രമാണ്. അന്ധമായി ജ്യോത്സ്യത്തെ വിശ്വാസം ചെയ്യുന്നതും തെറ്റാണ്. വിശ്വാസം വേണം. ആവശ്യത്തിന് കൊണ്ട് നടക്കുകയാണെങ്കിൽ, ജ്യോത്സ്യത്തിനൊരു മരുന്ന് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരുന്ന് നമുക്ക് വളരെ ജീവിതത്തിൽ ഉപകാരപ്പെടും. അമിതമായി മരുന്ന് കഴിച്ചാൽ ആപത്തിലേക്കും ഈ ജ്യോതിഷം എത്തിക്കും. അപ്പം നല്ല ജ്യോത്സ്യൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിച്ച് നല്ല ഗുരുനാഥനെ കിട്ടി അത് സ്വായത്തമാക്കി നല്ല രീതിയിൽ പറയാൻ പറ്റുക, ഒരു ഉപാസകനായിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ദൈവജ്ഞ ലക്ഷണങ്ങളൊന്നാണ് നല്ലൊരു ഈശ്വരാധീനം. മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ജ്യോതിഷശാസ്ത്രം ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. കാരണം അതിനൊരു ബുദ്ധിമുട്ടാണ്. കാരണം മറ്റു വിഷയങ്ങളെല്ലാം നമുക്ക് ബുക്കിലൂടെയും മറ്റു രീതിയിലൂടെയും പഠിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ ജ്യോതിഷശാസ്ത്രത്തിന് മാത്രം മഹാരണവ പ്രതരണേ ഭഗ്നോതി ഭൂയോബി പടുബുദ്ധിഭി എന്ന് പറഞ്ഞു വെച്ചേക്കാം. ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് ഈ ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. വെച്ചാൽ ജ്യോതിഷശാസ്ത്രം ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ എന്താ പറയുക, ഒരു ശാസ്ത്രജ്ഞന്മാരെ പോലെയുള്ള ബുദ്ധിയല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ പ്രശ്നം ചിന്തിക്കാനുള്ളൊരു കഴിവ്, യുക്തി കൊണ്ടും ഗ്രഹാരൂഢങ്ങൾ കൊണ്ടും സ്ഥിതികൾ കൊണ്ടും ഇതിനെ നമ്മുടെ ചിന്തിച്ചെടുക്കാനുള്ളൊരു കഴിവ്. അനേകായിരം കാര്യങ്ങൾ ഒരു ജ്യോതിഷശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെറ്റി അനേകായിരം കാര്യങ്ങൾ. ഇതിന് ഏതാണോ ആ വ്യക്തിക്ക് ആവശ്യമായത് എന്നുള്ളത് കണ്ടുപിടിച്ച് പറയാനുള്ളൊരു കഴിവ് ആ ജ്യോത്സ്യനുണ്ടാവണം. അതിന് വേണ്ടതാണ് ഗുരുത്വം. നല്ല ഗുരുവിനെ കിട്ടുക. നല്ല ഗുരുവിനെ കിട്ടിയെങ്കിൽ മാത്രമാണ് ഇത്രയും പ്രമാണത്തിൽ ഇല്ലെങ്കിൽ ഈ പദ്യത്തിൽ പറയുന്ന എല്ലാ ലക്ഷണങ്ങളോട് കൂടിയ ഒരു ദൈവജ്ഞനെ അഥവാ ഒരു ജ്യോത്സ്യനെ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം ചിലർ നമുക്കൊരു പ്രതീക്ഷ തരും, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ പക്ഷേ ചിലർ നമുക്കൊരു പേടിയായിരിക്കും തരുന്നത്, എന്തെങ്കിലും വാണിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവർക്കിടയിലും വരുന്നവർക്കിടയിലും ശരിക്കും ഒരു ജ്യോതിഷൻ എങ്ങനെ ആയിരിക്കണം? ഈ ജ്യോതിഷൻ എങ്ങനെ ഞാൻ പറഞ്ഞു, അതായത് ഈ ജ്യോത്സ്യൻ എപ്പോഴും കാണുന്ന ഗ്രഹസ്ഥിതികൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജാതകങ്ങൾ കൊണ്ടും ദശാഫലങ്ങൾ കൊണ്ടെല്ലാമാണ് ഫലം പറയുന്നത്. ഇത് പേടിപ്പെടുത്താവുന്ന കാര്യങ്ങളും ഉണ്ടാവാം, അല്ലാത്തതും ഉണ്ടാവാം. പക്ഷേ ഇതൊരു വ്യക്തി വ്യസനത്തോടുകൂടി പേടിയോടുകൂടി ആകാംക്ഷയോടുകൂടിയാണ് നമ്മുടെ ഒരു പൃച്ഛകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ സമീപിക്കുന്നത്. അവന് വേണ്ടത് അതിനൊരു നിവൃത്തിയാണ്. അത് ഉണ്ടാവുന്ന ദോഷങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നറിയാനാണ്, അതിൽ നിന്ന് എന്താണ് എനിക്ക് വരുന്ന ദോഷം എന്നറിയാനാണ് വരുന്നത്. ഇതിനെ നമ്മൾ 2 രീതിയിലും കൈകാര്യം ചെയ്യണവരുണ്ട്. എൻ്റെ സാധാരണ രീതി പേടിപ്പെടുത്താത്ത രീതിയാണ്. കാരണം പേടിപ്പെടുത്തുന്നത് ഒരു പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾക്കുള്ള നാശത്തിന് കാരണം ചെയ്യാം, അല്ലെങ്കിൽ ഭാവിയിലുള്ളൊക്കെ പ്രതീക്ഷകൾക്കൊരു നാശമായി തീരാം. അവർക്കൊരു വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ അതിൽ കാലയളവിൽ ഇന്ന ചെറിയ ദോഷങ്ങൾ കാണുന്നു, അതിന് ഇന്ന രീതിയിൽ പരിഹാരം ചെയ്താൽ അത് നല്ല രീതിയിൽ എത്തും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷകൾ കൊടുത്താൽ ഒരു പക്ഷേ അവൾക്ക് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. നല്ലതിനും ഉപയോഗിക്കാം, ചീത്തതിനും ഉപയോഗിക്കാം. നല്ലതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ജ്യോതിഷം. നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ്, മരുന്ന് പോലെ ഉപയോഗിക്കുക. എന്നും ജ്യോത്സ്യന്മാരെ മാത്രം ആശ്രയിക്കാണ്ടിരിക്കുക, ഒരു വഴികാട്ടിയായി ജ്യോത്സ്യത്തെ ഉപയോഗിക്കുക. അപ്പോൾ ജ്യോത്സ്യം ചൂഷണത്തിനിടവരില്ല. കാരണം ജ്യോതിശാസ്ത്രം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, വിനയത്തോടു കൂടിയവനും അഹങ്കാരി ആവരുതെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇതൊക്കെ ധരിച്ചിരിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ സാമ്പത്തികം വളരെ ആവശ്യമാണ്. അപ്പം സാമ്പത്തികത്തിൻ്റെ പിന്നാലെ ഓടിയാൽ ജ്യോതിഷത്തിൽ ചെറിയ ചെറിയ പാളിച്ചകൾ വരുന്നതും കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയല്ല. നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് അഭ്യസിച്ച് പഠിച്ചവർ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയണതിൽ അർത്ഥമില്ല. പക്ഷേ ഇതിന് ചൂഷണം ചെയ്യണവരും ഉണ്ടാവാം. പക്ഷെ അത് നിയമപ്രകാരം പഠിച്ച് അതൊരു വ്യക്തിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ അത് ഫലപ്രദമാവും. അത് പേടിയോടെ കാണേണ്ട ശാസ്ത്രമൊന്നുമല്ല ഈ ജ്യോതിഷം. ഇത് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ അതിനൊരു ദോഷവും വരാനില്ല. ഒരു ജ്യോതിഷൻ എങ്ങനെ ആയിരിക്കണം
എന്നീ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞു തന്നതിന് നന്ദി. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.